ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തനിനാടൻ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർക്കുക. എരിവ് കുറയ്ക്കണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി കൂട്ടി ഉപയോഗിക്കുക. ചെറിയ തീയിൽ പൊടികളൊന്ന് മൂക്കുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും ഇട്ട് വഴറ്റുക. അതിലേക്ക് 2 തക്കാളിയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. വെളിച്ചെണ്ണയിൽ മുളക് പൊടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ മുളക് പൊടിയുടെ എരിവിന്റെ കടുപ്പം കുറഞ്ഞു കിട്ടും. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും ഉപയോഗിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ചട്ടി ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. അതിനുശേഷം മൂടി തുറന്ന് തക്കാളി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. തക്കാളിയെല്ലാം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരുന്നതാണ്. പുളി നല്ലവണ്ണം കഴുകിയെടുത്ത് അതിലേക്ക് പുളിയുടെ വെള്ളം ചേർത്ത് നല്ലവണ്ണം യോജിപ്പിക്കുക. കറി എത്രയാണ് വേണ്ടതെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് യോജിപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി മൂടി വെച്ച് നല്ലവണ്ണം തിളപ്പിക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് മുറിച്ച് കഴുകി വൃത്തിയാക്കിയ മീന് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മീന് ഓരോന്നായി എടുത്ത് ഇട്ടതിനു ശേഷം മീനെല്ലാം ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി കഴുകിയെടുത്ത് ഇളക്കി മിക്സ് ചെയ്യുക. മീനിട്ട് തിളച്ചതിന് ശേഷം മീനൊന്ന് വെന്ത ഉടനെ തന്നെ ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. ഏത് തരം മീനായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. മുളകിന്റെ കുത്തലൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ മീൻകറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.